ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ചന്ദ്രമതിയുടെ അടുത്ത് പറയാതെ പോയത്. പക്ഷേ തൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള കാര്യം മറ്റു രണ്ട് മരുമക്കൾ അറിയുന്ന സമയത്ത് തനിക്ക് അതൊരു വിലയില്ലാത്ത പോലെ ആവുമെന്ന് കരുതിയിട്ട് തൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാണ് ചന്ദ്രമതി. എന്നാൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് രേവതി പറയുമ്പോൾ ആകെ നാണം കെട്ട് നിൽക്കുന്ന ചന്ദ്രയൊക്കെ കാണിച്ചിട്ടായിരുന്നു എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്താ ശ്രുതി നീ ചിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഒരു വിധത്തില് ആന്റി പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി പറ്റിയ പാട്. ഇപ്പൊ തന്നെ ആ പെൺകുട്ടി ആന്റിയെ എംബാരസ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ശ്രുതി. തുടർന്ന് സച്ചി ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സച്ചി വരുന്നത് കാണുമ്പോഴേക്കും സച്ചിന് ചായ എടുക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കണേ. വേണ്ട, എനിക്കിപ്പോ ചായ, പോകാനുള്ള സമയമായി, സോപ്പ് തീർന്നു എന്നല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, അതിനകത്തുണ്ട്, സച്ചേട്ടൻ എടുത്തോളൂ എന്ന് പറയാണേ. എന്തായാലും സച്ചേട്ടൻ താഴെ പോയിട്ട് കുളിച്ചാൽ മതി. അതെന്തിനാ താഴെ പോകുന്നത്? ഇവിടെ ബാത്റൂം ഫ്രീ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷയ്ക്കും ശ്രീകാന്തിനും ഡിസ്റ്റർബ് ആവുമെന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്തും താഴെ പോയി കുളിക്കാനാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴേക്കും ഓഹോ അപ്പൊ ഞാനിപ്പോ താഴെ പോയി കുളിക്കണം അല്ലേ? നീ എവിടുന്നാ കുളിച്ചത്? ഞാനും അവിടെ പോയിട്ട് തന്നെയാ കുളിച്ചത്. ഓഹോ അങ്ങനെയാണല്ലേ, ഞാൻ നോക്കിക്കോളാം, നീ നോക്കിക്കോ പണി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് നൈസായിട്ട് പോവാണ്. സച്ചി അവിടുന്ന് നേരെ ചെല്ലുന്നത് ശ്രീകാന്തിന്റെ അടുത്തേക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ സച്ചിയുടെ റൂമിലേക്ക് ശ്രീകാന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടാ ഇറങ്ങിപ്പോടാ റൂമിൽ നിന്ന് പറയാണേ. ഞാൻ എന്തിനാ ഇറങ്ങി പോകുന്നത്? നിന്റെ പെട്ടിയൊക്കെ എവിടെ? ഇതേ അവിടെ ഉണ്ട്, എല്ലാം എടുത്തിട്ട് വെളിയിൽ പോടാ എന്ന് പറഞ്ഞിട്ട് പെട്ടിയൊക്കെ സച്ചി തന്നെ എടുത്ത് പുറത്ത് വെക്കുകയാണ്. അങ്ങനെ പെട്ടിയെല്ലാം പുറത്ത് വെച്ചതിന് ശേഷം സച്ചി ഡോറൊക്കെ അടച്ച് ബാത്റൂം യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആകെ വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നത്. എടാ നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ കഴിക്കണം. എടാ വർഷ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയണേ. ഇതുപോലും നിനക്ക് അറിയില്ലേടാ, എപ്പോഴും ഹോട്ടലിലേക്ക് വിളിച്ച് പറയാറാണ് ഞാനാണ് അവൾക്ക് ഫുഡ് കൊടുക്കാറ്. എന്തായാലും ഇനി അങ്ങനെയൊന്നും വേണ്ട, അവളടുത്ത് ഒന്നെങ്കിൽ വീട്ടിൽ വന്ന് കഴിക്കാൻ പറ, അല്ലെങ്കിൽ ടിഫിൻ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ. എന്തായാലും നിങ്ങളൊക്കെ വാ ഭക്ഷണം കഴിക്കാം. അപ്പോഴേക്കും ശ്രുതിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ കൂട്ടിയിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കഴിച്ചിട്ട് അച്ഛൻ പുറത്ത് പോയി എന്ന് പറയണേ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ശരിയാണ്, അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണേ. എന്തിനാ എല്ലാവരും എന്നെ നോക്കുന്നത്? എന്റെ അടുത്ത് സത്യമായിട്ട് പറഞ്ഞിട്ടാ പോയത്. സംസാരിക്കാതെ എല്ലാവരും കഴിക്കാൻ നോക്കുക. അപ്പോഴേക്കും സച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ ശ്രീകാന്തും അതുപോലെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കാണുന്ന സമയത്ത് രേവതി ഭക്ഷണം റെഡിയായോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. റെഡി ആയിട്ടുണ്ട്, സച്ചിയുടെ ഇവിടെ ഇരുന്നോളൂ, എനിക്ക് അവിടെ വേണ്ട, നീ ഒരു തട്ടിനകത്ത് 2 ഇഡ്ഡലി എടുത്തിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ സച്ചിയുടെ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ, അത് വേണ്ട, നിന്റെ അടുത്ത് എടുത്ത് വരാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ രേവതി ഭക്ഷണം എടുത്തിട്ട് സച്ചിക്ക് കൊണ്ടു കൊടുക്കുകയാണേ. സച്ചിയേട്ടൻ ഇരുന്ന് കഴിക്ക്, ഭക്ഷണം ഇരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിൽ പിടിക്കില്ല എന്ന് പറയും. പിടിക്കുന്നത് പിടിച്ചാൽ മതി എന്നാണ് സച്ചിയുടെ മറുപടിയെ. പക്ഷെ രേവതി നിർബന്ധിച്ചിട്ട് കസേരയിൽ ഇരുത്തുകയാണ്. അങ്ങനെ സച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചട്നി കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക്. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങൾക്കും വേണം, മൊത്തം അവന് കൊടുക്കല്ലേ, ചട്നി ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ ആ സംസാരം കേൾക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ചട്നിയായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ചുമക്കുകയാണ് കേട്ടോ. ചട്നി അവിടെ വെച്ചിട്ട് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് നമ്മുടെ രേവതി. അങ്ങനെ സച്ചി ഭയങ്കര ധൃതി പിടിച്ച് കഴിക്കുകയാണല്ലോ. അത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനാ കാർ ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്? ഇത്രയും ധൃതി പിടിച്ചിട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വല്ല കളക്ടർ ജോലിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് ശരിയാണ്, ശ്രുതിക്ക് ക്ലയൻസ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യില്ലേ ഷോറൂമിൽ, അപ്പോൾ നിങ്ങൾക്കല്ലേ പെട്ടെന്ന് പോകേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശരിയാണ്, എനിക്ക് വേണ്ടിയിട്ട് എത്ര ക്ലയൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമോ എന്നുള്ള കാര്യം അറിയുമോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണേ. എന്നിട്ട് നൈസായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് കടം തന്ന ആളായിരിക്കുമല്ലേ അവിടെ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോഴേക്കും ഇങ്ങനെ ശ്രുതി ചിരിക്കുന്നുണ്ട്. എന്താ ആൻറ്റി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അവനെ കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഭക്ഷണം കഴിക്കും, നിനക്ക് ഒരു ഇഡ്ഡലിയും കൂടി വെക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ശ്രുതി പറയാണേ. അപ്പോഴേക്കും സച്ചി ഭക്ഷണം കഴിച്ച് കഴിയുന്നുണ്ട്. എഴുന്നേക്കുന്നത് കാണുമ്പോഴേക്കും രേവതി ഒരു ഇഡ്ഡലിയും കൂടി തരട്ടെ സച്ചിയേട്ടാ എന്നുള്ള കാര്യം ചോദിക്കണേ. വേണ്ട, ഈ പ്ലേറ്റ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റിനകത്ത് തന്നെ കൈ കഴുകണേ. ഇതെന്താ സച്ചിട്ട് ഇതിനകത്ത് തന്നെ കൈ കഴുകുന്നത്? നീ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് 1 മിനിറ്റ് എന്റെ കൂടെ വാ, എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വാ പറയാം. അങ്ങനെ റൂമിൽ ചെന്നിട്ട് രേവതി പെട്ടെന്ന് വാ എന്ന് പറയുന്നുണ്ട്. എന്താ അവിടെ എല്ലാവരും നോക്കുന്നുണ്ട്, എന്തിനാ സച്ചിനെ വിളിച്ചത്? അവരൊക്കെ നോക്കിക്കോട്ടെ, നിനക്ക് ഈ റൂമിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ.
എനിക്കെന്ത് എടുക്കാനാ? ദാ ഈ തുണി തിരുമ്പാനുള്ള എടുക്കാനുണ്ട്, എന്നാ എടുത്തോ. അത് വേണ്ട സച്ചിട്ട്, ഞാൻ പിന്നെ എടുത്തോളാം. നിന്റെ അടുത്ത് എടുക്കാനല്ലേ പറഞ്ഞത്? ആ എടുക്കാം എന്ന് പറഞ്ഞിട്ട് തുണി കയ്യിലെടുക്കുന്നുണ്ടേ. നിനക്ക് വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? പേഴ്സോ അങ്ങനെ എന്തെങ്കിലും? എന്തിനാ സച്ചേട്ടൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് എടുക്കാനുണ്ടെങ്കിൽ എടുക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ സെൽഫോണും പേഴ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ രേവതി. എല്ലാം എടുത്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ എടുത്തു എന്ന് പറയാണ്. എന്നിട്ട് സച്ചി ആ റൂം അങ്ങ് ലോക്ക് ചെയ്യാണ് കേട്ടോ. എന്താ സച്ചിയേട്ട ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടില്ലേ ലോക്കിട്ട് പൂട്ടുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തിനാണ് നീ ലോക്കിട്ട് പൂട്ടുന്നത്? കാരണമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. എന്റെ റൂം വിട്ടിട്ട് അങ്ങ് മുകളിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. എനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഉറങ്ങുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കാറിലും കിടന്നുറങ്ങി ശീലിച്ചതാണ്. ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കും. എവിടെ കിടന്നാലും എനിക്ക് ഉറക്കവും വരും. കാരണം എന്റെ മനസ്സ് ശുദ്ധമാണ്. എന്നാൽ എന്റെ അച്ഛൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഇവനും ഇവന്റെ ഭാര്യയും ഈ റൂമിൽ കിടക്കണോ അല്ലേ? എന്നിട്ട് രേവതി പുറത്ത് ഹാളിൽ കിടക്കുക. ശരി, ഒരു ദിവസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുളിക്കാൻ വരെ അവളെ താഴേക്ക് പറഞ്ഞു വിട്ടു അല്ലേ? അവളെന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോ? നിങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്യുന്നത്? എടാ 2 ദിവസത്തേക്കല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ പറ്റില്ല എന്നും ദേവടക്കുപ്പിണ്ടല്ലോ അവന്റെ അടുത്ത് അവന്റെ റൂം കൊടുക്കാൻ വേണ്ടി പറ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയിട്ട് റോട്ടിൽ കിടക്കാൻ വേണ്ടി പറ. ഇവൻ ചെയ്തതിന് അവൻ റോട്ടിലാണ് പോയി കിടക്കേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്രമതി ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ കഥക് തുറക്ക്. അതൊന്നും പറ്റില്ല. തുടർന്ന് രേവതിയും പറയുന്നുണ്ട്, എന്താ സച്ചേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചാവി കൊടുക്ക്. അതൊന്നും പറ്റില്ല രേവതി, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ എടുത്തിട്ടുണ്ടല്ലോ. ഇനി നിനക്ക് ഉറങ്ങണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിക്കോ. ഞാൻ വൈകുന്നേരം വരുന്ന സമയത്ത് അവിടുന്ന് കൂട്ടിയിട്ട് വന്നോളാം. ഇല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വന്നിട്ട് റൂം തുറന്നു തരാം. നമ്മുടെ റൂം നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. റോട്ടിൽ പോകുന്നവർക്കൊന്നും കയറി നിരങ്ങാനുള്ളതല്ല. അങ്ങനെ സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് രേവതി പുറകെ ചെല്ലുന്നുണ്ട്. സച്ചിയുടെ പറയുന്ന കേക്ക് ചാവി കൊടുത്തിട്ട് പോകാന്നൊക്കെ പറയാണ്. പക്ഷെ സച്ചി അതൊന്നും കേൾക്കാതെ പോവാണ്. അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടേ, നമുക്ക് നമ്മുടെ റൂമും പൂട്ടിയിട്ട് പോയാലോ? അവര് നമ്മുടെ റൂം എടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും ചോദിക്കില്ല, എന്നാ വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണേ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത്, എടാ നിനക്ക് ഫീൽ ആക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് അവനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ലേ. പക്ഷെ അമ്മയുടെ വാക്കൊന്നും കേൾക്കാണ്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണേ. എടാ നീ എങ്ങോട്ടാ പോകുന്നത്? ഒന്നും മിണ്ടാതെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അത് കഴിഞ്ഞ് പിന്നെ രേവതിയുടെ നെഞ്ചത്തോട്ടായി ചന്ദ്രമതി. എന്ത് പണിയാടി നിന്റെ ഭർത്താവ് ചെയ്തിട്ട് പോകുന്നത്? 2 ദിവസത്തേക്കെന്നല്ലേ ഞാൻ പറഞ്ഞത്? അമ്മേ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ എന്തിനാ സച്ചിട്ട് ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. നീ കൂടുതൽ നടിക്കൊന്നും വേണ്ട. നീയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഓരോന്ന് പറഞ്ഞു കൊടുത്തത്. സത്യമായിട്ടും അല്ല അമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ വായ മൂടറി. എന്റെ മകന്റെ മനസ്സ് നൊന്നിട്ടാ പോയത്. എന്റെ മോന്റെ മനസ്സ് വേദനിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ ഭർത്താവിന് എന്തിന്റെ സൂക്കേടാടി? എന്താ ഒരു ദിവസം പോലും നീ ഇല്ലാതെ നിന്റെ ഭർത്താവിന് നിൽക്കാൻ വേണ്ടി പറ്റില്ലേ? അത്രയും നീ അവനെ മയക്കി വെച്ചിരിക്കുകയാണോ? നിന്റെ അമ്മ നന്നായിട്ട് നിന്നെ വളർത്തി വിട്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും നിനക്ക് അവനെ കാണാണ്ട് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ രേവതിയെ മോശക്കാരിയാക്കുന്ന രീതിയിൽ സംസാരിക്കാനുണ്ട് ചന്ദ്ര. അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അത്രയ്ക്കും നിങ്ങൾക്ക് എന്താ രണ്ടെണ്ണത്തിനും? അതിന് മാത്രം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താടി ഇത്ര കാമം? വൃത്തികെട്ട സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചന്ദ്രമതി. നമ്മുടെ രേവതിയാണെങ്കിൽ അവിടുന്ന് കരയാണ് കേട്ടോ. തുടർന്ന് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് സങ്കടപ്പെട്ടിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാഗ് എടുക്കുകയാണ്. അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവൻ പോകാനുള്ള പരിപാടിയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നീ ബാഗൊക്കെ എടുത്തിട്ട്. ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും വേണമെന്ന് വരച്ചിട്ടാണ് അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ സച്ചിയേട്ടന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഇവിടെ അടി ഉണ്ടാക്കണ്ട. ഞാൻ പോവാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതിന് മാത്രം എന്താണ് ഇവിടെ നടന്നത്? ഇല്ലമ്മേ, ഇനി എന്തായാലും നിൽക്കുന്നില്ല. ഞാൻ അവളടുത്ത് വിളിച്ച് പറയാൻ വേണ്ടി പോവാന്ന് പറയുമ്പോൾ നീ ആരടുത്ത് പറയുന്നതാടാ പറയുന്നത്? വർഷയുടെ അടുത്ത്. സ്റ്റുഡിയോന്ന് നേരെ അവളടുത്ത് ഞങ്ങൾ പണ്ട് നിന്നിരുന്ന ആ വീട്ടിലേക്ക് തന്നെ വരാൻ വേണ്ടി പറയാം. ഇല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവും. അവളുടെ അമ്മയെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ പോകുമ്പോൾ നീ എവിടെ പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ എവിടെയാണോ പോകുന്നത് അവളുടെ കൂടെ ഞാനും ഉണ്ടാകും. അവള് എനിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ മര്യാദ കിട്ടാത്തടത്ത് ഞങ്ങൾ നിൽക്കില്ല എന്ന് കരുതിയിട്ട് നീ അവളുടെ കൂടെ പോയി നിൽക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും അമ്മേ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നീ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്? അമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ്. എന്നാൽ ഇവിടെ വന്നിട്ട് എനിക്ക് ഇച്ചിരി പോലും സന്തോഷം കിട്ടുന്നില്ല. സച്ചിയേട്ടന് എന്ത് പണി കാണിച്ചിട്ടാ പോയത്? വൈകുന്നേരം വർഷം വന്ന് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തോരം ഫീൽ ചെയ്യും. അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ശരിയായ ഒരിടത്ത് അവളെ തങ്ങി വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ അമ്മ നല്ലൊരു ഹസ്ബൻഡ് ആവുന്നത്? അമ്മയ്ക്ക് അറിയാലോ അവള് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ? ആടാ, എനിക്കറിയാം. നമ്മളെല്ലാം പറഞ്ഞിട്ടാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെനിക്കറിയാം. ഇപ്പോ അവള് വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എന്താ അവള് വിചാരിക്കുക? അവള് വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്. ഇവിടെ വന്നിട്ട് തങ്ങാൻ ഒരു റൂം പോലും ഇല്ലെങ്കിൽ എനിക്കല്ല അതിന്റെ നാണക്കേട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീകാന്ത്. പക്ഷേ
ഒരിക്കലും സച്ചി ഇങ്ങനെ പൂട്ടിയിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചു പോലുമില്ല. നീ നിക്കടാ, അവര് വരട്ടെ, നമുക്ക് അവന്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് സംസാരിക്കാനാണ് അമ്മേ? ഞാനും അതുപോലെ തന്നെ വർഷയും സമ്പാദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ലൈഫ് നോക്കിക്കോളാം, ഞങ്ങള് പുതിയ വീട് നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ തങ്ങിയ ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ തന്നെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം. എടാ നീ സമാധാനമായിട്ടിരിക്കും. എന്തായാലും നീ വർഷയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയല്ലേ. നന്നായി ആ കൂത്തൊന്നും നടക്കുന്ന സമയത്ത് അവൾ ഇവിടെ ഉണ്ടാവാതിരുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട്. എന്തായി അമ്മേ, എന്താ ഇവൻ പറയുന്നത്? വീട് വിട്ടു പോവാന്നാണ് പറയുന്നത്. എന്തിനാടാ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏട്ടാ പിന്നെ വേറെ എന്ത് ചെയ്യാനാ ഏട്ടൻ പറയുന്നത്? ഞാൻ തനിയായിരുന്ന സമയത്ത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് ഉറങ്ങും. ഇപ്പോ എന്നെ വിശ്വസിച്ചിട്ട് ഒരുത്തി വന്നിട്ടില്ലേ, അവളെ എങ്ങനെയാണ് അവിടെ കൊണ്ട് കിടത്താൻ വേണ്ടി പറ്റുക? തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ശ്രീകാന്ത് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. സച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടനെ കുറിച്ചിട്ട് നിനക്ക് നന്നായിട്ട് അറിയില്ലേ, അതുകൊണ്ട് ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കല്ലേ. അറിയാം ചേച്ചി, പക്ഷേ ഞാൻ വേണമെങ്കിൽ അവൻ്റെ അടുത്ത് പൊറുക്കും എന്ന് കരുതിയിട്ട് സച്ചിയേട്ടൻ്റെ അടുത്ത് വർഷ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അറിയാം. എന്തായാലും അങ്കിൾ ഇപ്പോൾ വരുമല്ലോ, അവര് സച്ചിൻ്റെ അടുത്ത് എന്തായാലും ചീത്ത പറഞ്ഞോളും. അത് വേണ്ട ചേച്ചി, ഞാൻ കാരണം ഈ വീടിന്റെ സമാധാനം പോകണ്ട. ഞാൻ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ സംഭാഷണം കേട്ട് അവിടെ നിൽക്കുകയാണ്. എടാ നീ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും പറയല്ലേ. ഈ കാര്യത്തെക്കുറിച്ചൊന്നും നീ വർഷയുടെ അടുത്ത് തൽക്കാലം അറിയിക്കല്ലേ. സച്ചിയെ കുറിച്ചിട്ട് നിനക്കും അറിയുന്നതല്ലേ. അവൾക്ക് എന്തായാലും ഇതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല വർഷയ്ക്ക്. അവള് വലിയ വീട്ടിലെ പെണ്ണാണ്. അവള് നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ട് തെറ്റായിട്ട് വിചാരിക്കും. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ശ്രീകാന്ത് നിങ്ങൾ വന്നിട്ട് ആകെ 2 ദിവസമേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആന്റിയല്ലേ കുറ്റപ്പെടുത്തുക. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ പറയുന്നത്? എന്നെ കുറച്ച് പറയുന്നു. അതെ ആന്റി, 2 ദിവസം കൊണ്ട് തന്നെ വന്ന മരുമകൾ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മായിമ്മയാണ് പ്രശ്നക്കാരി എന്നല്ലേ പറയാ. കേട്ടല്ലോ ശ്രീകാന്തെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പറയുന്നത് കേക്ക്. നിങ്ങൾ തനിയെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും സേഫ് അല്ല. ഒരുത്തനാണെന്നുണ്ടെങ്കിൽ വർഷയെ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് ചുറ്റിക്കൊണ്ട് നടക്കുമല്ലേ. നിങ്ങൾ പുറത്തു പോയി താമസിച്ചു കഴിഞ്ഞാൽ അവക്കാണ് സുരക്ഷിതത്വം ഇല്ലാണ്ടാവുക. തുടർന്ന് ശ്രുതിയും പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണ്. ഈ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാനിവിടെ വന്ന സമയത്ത് ഞാനിവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിയിൽ സച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ശ്രുതിയും കൂടി ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയേനെ. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ നീയും എന്താണ് അങ്ങനെ തന്നെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അല്ല അമ്മേ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാണ്. ശ്രീകാന്ത് ഇത് അവന്റെ വീടൊന്നുമല്ല, നമ്മുടെ അമ്മയുടെ വീടാണ്. നമുക്കും റൈറ്റ്സ് ഉണ്ട്. അവൻ ആരാണ് നമ്മളിവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാൻ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പൊ നീ വർഷയും കൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മര്യാദ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വീട്ടില് അവളെ കൂട്ടി താമസിക്കാനുള്ള ഗഡ്സ് പോലും നിനക്കില്ല എന്നുള്ള കാര്യം അവൾ വിചാരിക്കില്ലേ? നിന്റെ മേലുള്ള റെസ്പെക്ട് അവൾക്ക് കുറയും. ശ്രുതി പറയുന്നത് കറക്റ്റ് തന്നെയാടാ. സ്വന്തം ഭർത്താവിന്റെ വീട്ടില് തങ്ങി നിർത്താനുള്ള സ്റ്റേണ് ഇല്ല ഭർത്താവിന് എന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെ നിനക്ക് മതിപ്പ് തരിക? അതുകൊണ്ടാ പറയുന്നത് നീ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന്. അമ്മേ, സച്ചിയേട്ടൻ വെറുതെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവനൊന്നും ചെയ്യില്ലടാ. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവന് ആരാ ചാവി കൊടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് രേവതിയുടെ മുഖത്ത് നോക്കി പറയണേ. അത് ഞാൻ നോക്കിക്കോളാം. നീ ആ വീട്ടിൽ ഡ്രസ്സൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വാ. നീ വർഷയുടെ അടുത്തൊന്നും പറയണ്ട, അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കുള്ള റൂം റെഡി ആയിരിക്കും. ഇല്ലമ്മ, ഞങ്ങൾ പുറത്ത് താമസിച്ചോളാം എന്ന് പറയുമ്പോൾ പറയുന്നത് കേൾക്കടാ. കുട്ടികളോടും അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരോടും കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ ചേർന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇവിടെ നിൽക്കില്ലേ? ഇപ്പോഴാണ് നിന്റെ അച്ഛന്റെ ശരീരമൊക്കെ സുഖമായിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവരും സങ്കടപ്പെടും. പറയുന്നത് കേക്ക്. നീ പോയിട്ട് വൈകുന്നേരം വാ, എല്ലാ പ്രശ്നവും റെഡി ആയിരിക്കും. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണേ. എടാ സുധി, ഈ പെട്ടിയൊക്കെ സൈഡിലേക്ക് എടുത്ത് വെക്കുന്ന പറയുമ്പോൾ ഭാഗ്യം, എന്തായാലും നമ്മുടെ റൂമിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പെട്ടി നീക്കി വെക്കുന്നത് സുധി. അത് കഴിഞ്ഞ് നേരെ രേവതിക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. കണ്ടല്ലോ അവൻ എന്തോരം മനസ്സ് വിഷമിച്ചു എന്നുള്ള കാര്യം. ഇതിനെല്ലാം കാരണം നീയാണ്. അമ്മേ, അതിന് ഞാൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീയാണ് അവന്റെ അടുത്ത് എല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നോട് താഴെ പോയി കുളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും നിനക്കങ്ങ് രോക്ഷം വന്നല്ലേ. ഉടനെ തന്നെ നീ അവന്റെ മുമ്പ് പോയിട്ട് കണ്ണീർ ഒലിപ്പിച്ചിട്ടുണ്ടാകും. അവനാണെങ്കിൽ വെറും മുട്ടാളെ പോലെ വന്നിട്ട് ഈ പണിയെല്ലാം ചെയ്തിട്ട് പോയി. ഈ വീട്ടില് അവ മാത്രമാണ് ശരിയല്ല എന്ന് വിചാരിച്ചേ, എന്നാൽ അവനേക്കാളും വലിയ തലവേദനയായിട്ട് നീയാണ് ഇവിടെ വന്നു വെച്ചിരിക്കുന്നത്. ശ്രീകാന്ത് ഒരു പാവാണ്. അവൻ ആരുടെ മനസ്സും കഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിക്കുന്നവനാണ്. അവനൊരു പാവം. അവന്റെ മനസ്സ് തന്നെ ഇങ്ങനെ വേദനിപ്പിച്ചില്ല. പുതുതായി കല്യാണം കഴിച്ച് വന്നവനാണ്. അവന്റെ മനസ്സിലെ സന്തോഷം പോലും അനുഭവിക്കാൻ വേണ്ടി നീ വിടില്ലേ? എന്തായാലും നീ വിചാരിച്ചത് നടന്നില്ലേ? നിനക്ക് വേണ്ടിയിട്ട് ആ റൂം അവൻ ഭദ്രമായിട്ട് പൂട്ടി വെച്ച് പോയില്ലേ? വൈകുന്നേരം വന്നിട്ട് തുറന്നു തരും. അപ്പൊ നീ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരുന്നോ? 2 പേര് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിക്കോ. അത് അവനെ കൊണ്ട് നീ നടത്തിച്ചല്ലോ. മൊത്തമായിട്ട് നീ അവനെ നിന്റെ കാലടിയിൽ അടിമയായിട്ട് വെച്ചല്ലേ. എന്തായാലും നീ വിചാരിച്ചത് നടത്തിയല്ലേടി. 2 പേര് നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ തന്നെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് കലിതുള്ളിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചന്ദ്രമതി. ഇതെല്ലാം ശ്രുതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടേ. അങ്ങനെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നമ്മുടെ റൂം ചോദിക്കില്ലല്ലോ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും ആന്റി ചോദിക്കില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും
ശ്രീകാന്തും വർഷയും ഇവിടുന്ന് പോകാൻ വേണ്ടി പാടില്ല, അതാണ് നമ്മുടേതിന് നല്ലത്. സുധി എന്തായാലും ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അത് അവൻ ഇപ്പോൾ പറഞ്ഞല്ലോ തിരിച്ചു വരും എന്നുള്ള കാര്യം. എന്തൊക്കെയാ നടക്കുന്നതെന്നുള്ള കാര്യം നോക്കാം. ഞാനേ ശരിക്കും ഭക്ഷണം കഴിച്ചില്ല, നീ പോയിട്ട് ഒരു ആപ്പിൾ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകാൻ കേട്ടോ സുധി. പോയിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, പക്ഷെ രേവതിയുടെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ എന്തിനാണ് സിസ്റ്റർ ഇങ്ങനെ വിളിക്കുന്നത്, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, നീ ഫോൺ എടുക്കുക എന്നുള്ള കാര്യം പറയുകയാണേ. ഇനി നിനക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൾ വിളിക്കുന്നത് എന്തിനാന്നുള്ള കാര്യം എനിക്കറിയാം. വീണ്ടും നിങ്ങൾക്കിടയിൽ അടിയായോ? ഇപ്പോഴല്ലേ നിങ്ങളൊന്ന് സമാധാനമായിട്ട് പോകുന്നത്? ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നുമില്ലടാ, ഇത് വേറെ വിഷയമാണ്. അടിയാണെന്നുണ്ടെങ്കിലാണല്ലോ നീ ഫോൺ എടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ പിന്നെ വേറെന്താ പറയടാ. ഇപ്പൊ കടം വാങ്ങാൻ വേണ്ടി വിളിച്ച ആൾക്കാര് വിളിക്കുന്ന സമയത്ത് എടുക്കാത്തതുപോലെ നീ എന്തിനാ ഫോൺ എടുക്കാതിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നീ എപ്പോഴും സിസ്റ്ററിനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ വിശ്വസിച്ചിട്ടല്ലേടാ അവള് വന്നത്, അത് നീ ഓർത്ത് വെച്ചോന്ന് പറയുമ്പോ, എടാ ഞാൻ ഫോൺ എടുക്കാതിരിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയിട്ടാണ്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ആ ശ്രീകാന്ത് അവന്റെ ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു എന്നുള്ള കാര്യം. വന്ന ഉടനെ തന്നെ അവന്റെ ഭാര്യയും കൂടി ചേർന്നിട്ട് ഞങ്ങളുടെ റൂമിൽ കയറിയിട്ട് ഞങ്ങളെ പുറത്തിറക്കി. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും മുകളിൽ പോയിട്ടാണ് കിടന്നത്. ആദ്യം അവള് ഹാളിൽ കിടന്നോടുന്ന് ഞാൻ പിടിച്ചുകൊണ്ട് പോയിട്ട് മുകളിൽ കിടത്തി. ഇന്നലെ ആ രണ്ടെണ്ണത്തിനും ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ റൂം എടുത്തത്. എടാ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം റൂം എടുത്തു, അതിനിപ്പോ എന്താടാ? എടാ ഇന്നലെ നൈറ്റിൽ മാത്രല്ലടാ, ഇന്ന് രാവിലെയും ആ റൂമിൽ തന്നെയായിരുന്നു അവര്. അതുകൊണ്ട് ഞാനൊരു പണി ഒപ്പിച്ചിട്ടാ വന്നത്. നീ പറയുന്നത് കേട്ടാ എന്തോ ഒരു വില്ലത്തരം ചെയ്ത പോലെ ഉണ്ടല്ലോ, അങ്ങനെ നീ എന്താടാ ചെയ്തത്? അങ്ങനെ ശ്രീകാന്തിനെ അവിടുന്ന് പുറത്തിറക്കിയിട്ട് റൂം ലോക്ക് ചെയ്ത് പോകുന്ന കാര്യം പറയാണ് കേട്ടോ. നീ എന്തിനാണ് ഇങ്ങനെ ഒരു പണി ചെയ്തിട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ എന്റെ അച്ഛനെ നാണം കെടുത്തിയിട്ട് പോയിട്ട് അവന് എന്റെ റൂം കൊടുക്കണോ? എടാ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവര് പുതിയതായിട്ട് കല്യാണമായിട്ട് വന്നതല്ലേ, നീ റൂം പൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യും? അവൻ എവിടെ പോയി കിടക്കും? അവന്റെ മനസ്സ് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവന്റെ മനസ്സ് വേദനിച്ചാൽ എനിക്കെന്താ? ചുമ്മാ എല്ലാം നീ തമാശയായിട്ട് കളിക്കല്ലേട്ടോ സച്ചി. ഇത് നിന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സച്ചി ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ഓർത്തിട്ട് ഫീൽ ആവില്ലേ? ഒരു 2-3 ദിവസത്തേക്ക് റൂം കൊടുത്താൽ എന്താ? എടാ ഇവിടെ പ്രശ്നം റൂമല്ലടാ, എന്റെ അച്ഛൻ എന്തോരം മനസ്സ് വേദനിച്ചു എന്നുള്ള കാര്യം അറിയോ? എന്നിട്ടാണോ അവരുടെ മനസ്സ് വേദനിച്ചു എന്നുള്ള കാര്യം പറയുന്നത്? എന്റെ അച്ഛൻ നല്ലപോലെ നടന്നുകൊണ്ടിരുന്ന ആളാണ്, എന്നാൽ ഇപ്പോ സ്റ്റണ്ട് വെച്ചിട്ടല്ലേ നടക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ലോക്കപ്പിൽ കിടത്തി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വലിയ നല്ലവനായിട്ട് വന്ന അവനെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണോ അല്ലേ? ശരി, അതെല്ലാം കഴിഞ്ഞു പോയ വിഷയങ്ങളാണ്. ഒന്ന് വിട്ടുകൊടുത്ത് പോയെന്ന് വെച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പോലെ നീയും സംസാരിക്കലടാ. ഞാനെന്താ AC റൂമിൽ ഉറങ്ങിയവനാണോ? സവാരി പോകുന്ന സമയത്ത് ഞാൻ കാറിലല്ലേ ഉറങ്ങാറ്. ഞാന് റോഡ് കിടന്നാലും മുകളിൽ കിടന്നാലും എവിടെ കിടന്നാലും ഞാൻ ഉറങ്ങും. എന്നാൽ രേവതി പാവാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് അവള്. കുറച്ചു നേരെങ്കിലും സമാധാനമായിട്ട് അവൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റും. അവളെയാണ് ഹാളിൽ കിടത്തിയത്. അത് ചോദ്യം ചെയ്തതിന് അവൾ വരെ എന്നെ ചീത്ത പറഞ്ഞു. ഇപ്പോ അതിനു വേണ്ടിയിട്ടാണ് അവൾ എന്നെ വിളിക്കുന്നത് എന്ന് കരുതിയിട്ട് നീ ഫോൺ എടുക്കാതിരിക്കുകയാണോ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് തന്നെ പോകണ്ടേ? ഇന്നൊരു നൈറ്റ് ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്നില്ല. ഒരു ദിവസം അവൾമാര് പുറത്ത് കിടക്കട്ടെ, അപ്പൊ ശരിക്കും പഠിക്കും. എടാ എന്താടാ നീ ഇങ്ങനെ? അവര് ചെറിയ പിള്ളേരല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറിയ പിള്ളേരാണല്ലോ ഓടിപ്പോയിട്ട് കല്യാണം കഴിക്കുന്നത്. പുതിയ വന്ന പെണ്ണുണ്ടല്ലോ ശരിക്കും നല്ല ജഗജാല കില്ലാടിയാണ്. സുധിയുടെ ഭാര്യനേക്കാളും കഷ്ടമാണ് അവളുടെ കാര്യം. അവളെക്കാളും വില്ലത്തിയാണ്. അവളുടെ സംസാര രീതി ഒന്നും ശരിയല്ല. അവളെയൊക്കെ വീട്ടില് നിർത്തി കഴിഞ്ഞാലുണ്ടല്ലോ വീട്ടിലുള്ള എല്ലാവരും വെളിയെ പോകേണ്ടി വരും. ഇതൊക്കെ ഇപ്പൊ തന്നെ നിർത്തിയാലേ ശരിയാവുള്ളൂ എന്നുള്ള കാര്യം പറയണേ. അങ്ങനെ രേവതി വീണ്ടും വിളിക്കുന്നുണ്ട്. ഇതാടാ സിസ്റ്റർ വീണ്ടും വിളിക്കുന്നുണ്ട്, നീ ഫോൺ എടുക്ക്. അവൾ അങ്ങനെ തന്നെയാണ്, മടുക്കുന്ന സമയത്ത് അവൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പോവാണ് കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിന്റെ അഴുകിലേക്ക് വർഷ വരുന്ന സമയത്ത് വീട്ടിലേക്ക് പോയെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, നമുക്ക് 2 ദിവസം റിസോർട്ടിൽ എവിടെയെങ്കിലും പോയി തങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും നിന്റെ മുഖം തന്നെ ശരിയല്ലല്ലോ, എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തിരികെ മുമ്പ് നിന്ന് ആ വീട്ടിലേക്ക് തന്നെ പോകാം, നിന്നെ ഞാൻ കഷ്ടപ്പെടുത്താന്നുള്ള കാര്യം തോന്നരുത്, ഞാൻ അവിടുന്ന് പൊക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് എൻ്റെ അടുത്ത് തിരികെ വരുന്ന സമയത്ത് റൂം റെഡിയാവുന്നതാണ്. പക്ഷെ നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. നീ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്? നിന്റെ ഏട്ടൻ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് പ്രത്യേകിച്ച് ഷോക്കൊന്നും തോന്നുന്നില്ല. അപ്പോ വർഷയ്ക്ക് ദേഷ്യം വരുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കെന്തിനു ദേഷ്യം വരണം? അത് അവരുടെ റൂം അവരെടുത്തു, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോയാൽ നമുക്ക് കിടക്കാൻ ഒരു ഇടമില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് തിരികെ പോവാം. തുടർന്ന് രേവതി വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി എന്താണ് ഇവിടെ ഒളിഞ്ഞു നിന്നിട്ട് പരിപാടി എന്ന് ചോദിക്കുകയാണേ. ഞാൻ സച്ചിയേട്ടനെ വിളിക്കുകയാണെന്നുള്ള കാര്യം പറയാണ്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ചുമ്മാ നോണ പറയാതെടി. ഇത്ര നാള് അവൻ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ
റൂമൊന്നും പൂട്ടിയിട്ടേ ഇല്ല. നീയാണ് അവന് ഐഡിയ കൊടുത്തത്. എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും സച്ചിന്റെ അടുത്ത് പോരുതെന്നുള്ള കാര്യം പറഞ്ഞ് കെഞ്ചിയില്ലേ? നീ ഏത് സമയത്ത് എങ്ങനെ സംസാരിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ലേ? നീ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയത്. ഇന്നലെ നൈറ്റില് അവർക്ക് വേണ്ടി എടുത്തു വെച്ച പാല് അവൻ കുടിച്ചു. ഇന്ന് ഇങ്ങനെ ഒരു ജോലിയും ചെയ്തു. വർഷ ഇവിടെ ജീവിക്കരുതെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ എന്താടി നിനക്ക് അവളോട് ഇത്രയും അസൂയ? ഞാൻ എന്തിനാ അവരെ നോക്കിയിട്ട് അസൂയപ്പെടുന്നത്? ശ്രുതിയും വർഷയും വലിയ വീട്ടിലെ പെണ്ണല്ലേ? അപ്പോ അവരിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങളൊന്നും നേരക്ക് നടക്കില്ലല്ലോ. നിന്റെ ഭരണം ആ കുശുമ്പോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ അമ്മയുടെ കൽപ്പനയാണെന്നുള്ള കാര്യം പറയുന്നുണ്ടേ. നിന്റെ അടുത്ത് ഞാൻ കെഞ്ചിയല്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചത്? അതും 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ശരി ശരി എന്ന് പറഞ്ഞിട്ട് മാടിനെ പോലെ തലയാട്ടിയിട്ട് നീ നിന്റെ പണി ഒപ്പിച്ചല്ലേ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണ്. അതിന് മാത്രം എന്താടി നിങ്ങൾക്ക്? 2 ദിവസം പോലും നിങ്ങൾക്കിടയിൽ പിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റില്ലേ? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, മതി അമ്മേ, ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞങ്ങ് മാറി നിൽക്കുകയാണേ. എന്താ രോക്ഷം വരുന്നുണ്ടോ? ഇന്നലെ എങ്ങാനും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ പോലെയാണല്ലോ നീ നടക്കുന്നത്. അതിന് മാത്രം എന്താടി അവന് നീ തലേണ മന്ത്രം കൊടുത്തത്? നീ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കയറൊക്കെ നന്നായിട്ട് മന്ത്രിച്ച് മേടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും കെട്ടിവിട്ടിട്ടുണ്ടോ നീ? ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത് എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. നീ പാവത്തെ പോലെ കണ്ണീരൊഴിക്കുന്നത് നിന്റെ അച്ഛൻ ചിലപ്പോൾ വിശ്വസിക്കും, ഞാനതൊന്നും വിശ്വസിക്കില്ല. ഇത് നോക്ക്, എങ്ങനെയോ ശ്രീകാന്തിനെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വീട് വിട്ടു പോവാതിരിക്കാൻ. അവൻ വരുന്ന സമയത്ത് റൂം റെഡി ആയിരിക്കണം. പറഞ്ഞേക്കാം, നിന്റെ ഭർത്താവിന്റെ അടുത്ത് എത്രയും വേഗം തന്നെ റൂം വന്ന് തുറന്നു വിടാൻ പറ. ഞാന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ, പക്ഷെ അവരെടുക്കുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. എന്തായാലും അവര് വരുന്ന സമയത്ത് ആ റൂം തുറന്നിരിക്കണം. അവര് ഈ വീട് വിട്ട് പോകാൻ പാടില്ല. ഇല്ലെങ്കിൽ നീ ഈ വീട്ടിലുണ്ടാവില്ല. എന്നെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കിക്കോളൂ. ആവശ്യമില്ലാത്ത സംസാരം എനിക്ക് കേട്ടു നിൽക്കേണ്ട കാര്യമില്ല. എന്നെ എതിർത്ത് സംസാരിക്കുന്ന പണി നിനക്ക് വേണ്ട എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ രേവതി വീണ്ടും വിളിക്കാൻ കേട്ടോ. സച്ചിയുടെ ഫോണിലേക്ക് എടുക്കുന്നില്ല. അവൾ എത്ര പ്രവണയായി വിളിക്കുന്നത് എടുക്കാൻ വേണ്ടി മഹേഷ് പറയാണേ. അവള് വന്നിട്ട് കഥക് തുറക്കാൻ വേണ്ടി പറയും. അവള് ഏവാളി ആയതുകൊണ്ട് എന്റെ അമ്മ എത്രയും വേഗം അവളെ വേഗം കബളിപ്പിക്കും, ആടിക്കും. പക്ഷെ നീ ഒന്ന് ആലോചിക്കുക, അച്ഛനും വയ്യാത്തതാണ്. ഈ സമയത്ത് എന്തിനാ അവൾ ഇത്രയും തവണ വിളിക്കുന്നെന്നുള്ള കാര്യം എടുത്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ. നീ ഒന്ന് എടുത്ത് സംസാരിക്കേ. അങ്ങനെ ഫോൺ എടുക്കാൻ കേട്ടോ. എത്ര തവണ നിങ്ങളെ ഞാൻ വിളിക്കണം? എന്താ ഫോൺ എടുക്കാത്തത്? എന്താ പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്ക് ഓട്ടോ ഉണ്ട്, ഇപ്പൊ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് കരയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേ പറ്റൂ. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? നീ അതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട. നീ നിന്റെ പണി നോക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഇവിടെ പണിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വായ. നീ ഇങ്ങനെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ വരുത്തിക്കാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് ഓരോന്ന് ചെയ്തിട്ട് പോവും. ഞാനാണല്ലോ ഇവിടെ നാണം കെട്ട് നിൽക്കുന്നത്. എന്റെ ജീവൻ പോകാൻ വേണ്ടി പോവാണ്. നിങ്ങളൊന്ന് വന്ന് തൊലക്കി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പൊ സച്ചിയെ വരാന്ന് പറയാണ്. നീ ടെൻഷൻ ആവണ്ട, ഞാൻ വരാം. എന്താണ് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രേവതി ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് സംസാരിച്ചു. ഞാൻ എന്താന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറയുമ്പോൾ അതാണ് നിന്റെ അടുത്ത് പറഞ്ഞത്, ഈ വിഷയം ഇത്രയും വലുതാക്കരുത് എന്നുള്ള കാര്യം. പോടാ എന്ന് പറയാണ് കേട്ടോ. മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഞാൻ വരാം. ആ ശരിയടാ, നീ പോയിട്ട് വാന്ന് പറയാണ്. അങ്ങനെ സച്ചി വരുവാണ് കേട്ടോ. അപ്പൊ ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ട്. സച്ചിയുടെ വരവ് കാണുമ്പോൾ നിന്റെ മനസ്സിൽ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വിശക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. എന്താടാ കളിയാക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. നീ ആരോട് ചോദിച്ചിട്ടാണ് റൂം പൂട്ടിയിട്ട് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ റൂം പൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആരോട് ചോദിക്കണം? എന്താടാ നീ ഇങ്ങനെ അന്യായം ചെയ്യുന്നത്? ഞാൻ അന്യായം ചെയ്തുന്നോ? എന്റെ റൂം കണ്ടവന് കൊടുത്തില്ലേ? അടാ, അവൻ നിന്റെ അനിയനാണ്. ഒരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം? രേവതിയെ മാതിരി എന്നെയും കബളിപ്പിക്കാന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ അവളെ മുട്ടാളിയാക്കിയിട്ട് എവിടെ വേണമെങ്കിലും തങ്ങ വെക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോഴാണ് രേവതി ഇങ്ങനെ കരഞ്ഞ് ആകെ മുഖമൊക്കെ എന്തോ പോലെയായിട്ട് വരുന്നത്. ഞാന് മോളിലും അതുപോലെ അവള് ഹാളിലും ഉറങ്ങണമല്ലേ? അവര് പുതിയതായിട്ട് കല്യാണം കഴിച്ച് വന്നതല്ലേ? അവർക്ക് 2 ദിവസം സന്തോഷമായിട്ട് അവരെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ലേ? പാവാണ് ശ്രീകാന്ത്. അവൻ എന്തോരം മനസ്സ് വേദനിച്ചിട്ടാ പോയെന്നുള്ള കാര്യം അറിയോ? പോവാണെങ്കിൽ ആ വഴി പോവാൻ വേണ്ടി പറ. എന്റെ റൂമൊന്നും ആർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് നിന്റെ റൂമെന്ന്? ഇത് എന്റെ വീടാണ്, എന്റെ അച്ഛൻ എനിക്ക് തന്നത്. ഇതിൽ ആരും അങ്ങനെ അവകാശം പറയണ്ട. എന്തോ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കെട്ടിയ പോലെയാണല്ലോ പറയുന്നത്. ഈ വീട് എന്റെ അച്ഛന്റെയും കൂടി പേരിലാണ് ഉള്ളത്. ഈ ഫ്ലോറൊക്കെ പണിയൊക്കെ തീർത്തത് എന്റെ അച്ഛനാണ്. അതുകൊണ്ട് എനിക്കും അവകാശമുണ്ട് എന്ന് കരുതിയിട്ട് നീ റൂം പൂട്ടിയിട്ട് പോകുന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി വന്നിട്ട്. അപ്പൊ ആ വീട്ടിലേക്ക് പുതിയതായിട്ട് വന്ന പെണ്ണ് എന്ത് വിചാരിക്കും? അവൾ എന്ത് വിചാരിച്ചാലോ എനിക്കെന്താടാ? അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, സച്ചി ഇപ്പോഴാണ് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നത്. എന്തിനാ പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ഉണ്ടാക്കുന്നത്? ഒരു 2-3 ഡേയ്സ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നീയും നിന്റെ ഭർത്താവും അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? നിങ്ങൾ രണ്ടുപേരും റൂം കൊടുത്തിട്ട് നിങ്ങൾ താഴെ പോയിട്ട് ബാത്റൂം യൂസ് ചെയ്യേ. എന്താ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അത്ര മോശമായിട്ടാണ് തോന്നുന്നത്? തുടർന്ന് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ ആദ്യം പോയിട്ട് കഥക് തുറന്നു വിട്. എന്താ നീ കരഞ്ഞ പോലെ ഉണ്ടല്ലോ? ഒന്നുമില്ല. നിങ്ങൾ പോയിട്ട് കഥക് തുറക്കും. ആര് വേണമെന്നുണ്ടെങ്കിൽ ആ റൂമിൽ നിന്നോട്ടെ. ഞാൻ വേണമെങ്കിൽ കിച്ചണിൽ പോയി കിടന്നോളാം. നീ എന്തിനാ അവിടെ പോയി കിടക്കുന്നത്? അതിന് നമ്മുടെ റൂമില്ലേ? കണ്ടവനെല്ലാം ആ റൂമിലേക്ക് വരേണ്ട കാര്യമില്ല. അത് നമ്മുടെ റൂമാണ്. നമുക്ക് എല്ലാവിധ അവകാശമുണ്ട്. നിനക്കും
എന്നിട്ട് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി പറയുന്നുണ്ട്, എനിക്ക് ഇതിൽ കൂടുതൽ ഒരു അവകാശം വേണ്ട, ഇതിൽ കൂടുതൽ എനിക്ക് ആരുടെയും ഒന്നും സംസാരം കേൾക്കാനുള്ള താങ്ങാനുള്ള ശേഷിയുമില്ല, നിങ്ങൾ പോയിട്ട് കഥക് തുറന്നു വിട്. ഇപ്പൊ നീ എന്തിനാ കരയുന്നത്? അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ മുട്ടുകാല് വെല്ലടിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കഥകും പൂട്ടിയിട്ട് പോയി നിങ്ങളുടെ പാട്ടിന്. ഇവിടെ ഞാനാണല്ലോ അപമാനപ്പെട്ട് നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സച്ചി നമ്മുടെ ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആരാ എന്താ പറഞ്ഞത്? പറയാനല്ലേ പറഞ്ഞത്, അതൊക്കെ വിട്ടേക്ക് സച്ചേട്ടാ, അത് എന്നോട് തന്നെ തീർന്നോട്ടെ. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖം ഒന്ന് കാണണം കേട്ടോ, ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോ നിന്നെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സച്ചി ആദ്യം നേരെ ചെല്ലുന്നത് ശ്രുതിക്കരികിലേക്കാണ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ആദ്യം ചോദിക്കാൻ കേട്ടോ, എന്താടാ പറഞ്ഞതെന്ന്. ഞാൻ അവളടുത്ത് സംസാരിച്ചിട്ട് പോലില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, അത്രേ ഉള്ളൂ. നീ എന്തെങ്കിലും തോന്നിയ ദിവസം അവളോട് കാണിച്ചു എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത്. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി നടക്കുവാണ്, എന്തിന് ഞങ്ങളടുത്ത് വെറുതെ അടിയുണ്ടാക്കാൻ വരുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങളൊന്നും വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല. രേവതി പറ, ആരാ എന്താ പറഞ്ഞത്? വേണ്ട സച്ചിയേട്ടാ വിട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പറയാനല്ലേ പറഞ്ഞെന്ന് കാല ഒച്ചയിൽ പറയാനുണ്ട് സച്ചി. അപ്പോ നമ്മുടെ രേവതി ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ. എന്ത് പറയാനാ സച്ചിയേട്ടൻ പറയുന്നത്? നിന്റെ ഭർത്താവ് ഒരു ദിവസം പോലും ഞാനില്ലാതെ ഉറങ്ങില്ലേ എന്ന് ആ അളവിൽ ഞാൻ വശീകരിച്ച് വെച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് രേവതി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സംസാരം കേട്ടുകൊണ്ട് രവിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. എന്തായാലും സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും കൂടി ചന്ദ്രമതിയെ പൊളിച്ചടക്കുന്ന രംഗമാണ് കേട്ടോ നാളെ വരാൻ വേണ്ടി പോകുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്